പ്രിയ സുഹൃത്തുക്കളെ, നാളെ 4-ാം തീയതിയാണ് നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട്. 8 മണി മുതൽ നമുക്ക് ലൈവായിട്ട് കാണാൻ കഴിയും. അപ്പം അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ഇവിടെ UDF വളരെ സന്തോഷത്തോടെയാണ് അവരിയ്ക്കുന്നത്. ഇപ്പോഴല്ല, ഇലക്ഷൻ കഴിഞ്ഞ അന്ന് മുതൽ 100+ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞാണ് 100+. അങ്ങനെ UDF കേന്ദ്രങ്ങളിലെല്ലാം വലിയ പ്രത്യാശയോടെ ഇരിക്കുകയാണ്. UDF അധികാരത്തിൽ കയറാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് UDF 100+ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? നിങ്ങളാണോ ഇവിടെ 10 വർഷം ഭരിച്ചത്? നിങ്ങളുടെ ഭരണ നേട്ടം കൊണ്ടാണോ നിങ്ങൾ പറഞ്ഞത് 100+ എന്ന്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. UDF ഭരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ 5 വർഷമോ 10 വർഷമോ അവരാ ഭരിച്ചിരുന്നെങ്കിൽ, അവർ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് പറയാം, ഞങ്ങൾ 100+ ഞങ്ങൾക്ക് കിട്ടും എന്ന് അവർ സന്തോഷിക്കാമായിരുന്നു. ഇതൊന്നുമില്ലാതെ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് പറയുക, ഞങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് UDF കേന്ദ്രങ്ങളിൽ ആഘോഷിക്കുകയാണ്. ഇവിടെ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്ത വൻ നേട്ടങ്ങൾ, ചെറിയ നേട്ടങ്ങളൊന്നുമല്ല, കേരളത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഏത് മനുഷ്യനും അറിയാം. രാഷ്ട്രീയ ഭേദമന്യേ ഇവിടുണ്ടായ, കേരളത്തിലുണ്ടായ 10 വർഷം കൊണ്ടുപോയ മാറ്റങ്ങൾ എല്ലാവരും കണ്ട് കേട്ടുകൊണ്ടേയിരിക്കുക. പിന്നെ രാഷ്ട്രീയപരമായിട്ട് വളരെ മോശമായി ചിത്രീകരിക്കുകയും താറടിക്കുകയും ചെയ്യുന്ന BJP കോൺഗ്രസ് പ്രവർത്തകർ പിന്നെ അത്രമാത്രം താറടിച്ചുകൊണ്ട് അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ UDFന് ആഹ്ലാദിക്കാനുള്ള യാതൊരു കാര്യങ്ങളുമില്ല. കാര്യം ഒരു പ്രതിപക്ഷത്തിരുന്നവരാണ്. പിന്നെ എങ്ങനെ ഞങ്ങൾ എന്തു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ 100+ സീറ്റ് മേടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നു, പലരും മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം അന്ന് മുതൽ ഇവിടെ UDFനകത്ത് പ്രശ്നങ്ങളാണ്. മുഖ്യമന്ത്രി ആരാകണം, ഞാനാകണം, ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ UDF നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിരുന്ന UDFകാർ അവർ ജനങ്ങളുടെ അടുക്കൽ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ 100+ സീറ്റ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് ചിന്തിക്കണ്ടേ? പക്ഷേ LDFൽ അങ്ങനെ ആരും പറയുന്നില്ല. ഞങ്ങളിവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി, റോഡുകൾ വന്ന്, പാലങ്ങൾ വന്ന്, പെൻഷൻ കൊടുത്തു, സ്കൂളുകൾ വന്ന്, ആശുപത്രികൾ വന്നു, എല്ലാം ഹൈടെക് ആക്കി കഴിഞ്ഞു എന്ന് അവർക്ക് പറയാമായിരുന്നു. പക്ഷെ അവരാരും മിണ്ടുന്നില്ല, അവരാരും ഒന്നും പറയുന്നില്ല. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞങ്ങൾ 100-ൽ മേൽ
അല്ലെങ്കിൽ 140 സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഇടതുപക്ഷത്തിന് പറയാമായിരുന്നു. അവർക്ക് പറയാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നു. കാര്യം അവരാണ് ഭരിച്ചിരുന്നത്, അവരാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. അവർക്ക് പറയാമായിരുന്നു ഞങ്ങൾ 100 മേലെ സീറ്റ് നേടി അധികാരത്തിൽ വരും എന്നവർക്ക് പറയാമായിരുന്നു. എന്നാൽ നമുക്ക് കേൾക്കുന്നതിനൊരു ഭംഗിയുണ്ടായിരുന്നു. ഇതൊന്നുമല്ലാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന വ്യക്തികൾ പറയുവാണ് 100+. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 100+ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, ജനകീയമായ വികസന പ്രവർത്തനങ്ങൾ, അതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. അത്രമാത്രം ശക്തമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. 10 വർഷമായിട്ട് ഒരു മന്ത്രിമാരിൽ ഒരു അഴിമതിയുമില്ല, ഒരു കേസുമില്ല അവർക്കെതിരെ. പക്കയാണെല്ലാം. എത്രയോ കേസുകൾക്ക് UDF കോടതി കയറി ഇറങ്ങി, അവിടെ നിന്നെല്ലാം അവർ ഓടിച്ചു വിടുകയില്ലായിരുന്നു. ഇനി ഇങ്ങോട്ട് വരരുതെന്ന് കൂടെ കോടതി പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞുകൊണ്ട് താക്കീത് വരെ കൊടുത്തു. അപ്പോൾ കോടതി വരെ അംഗീകരിച്ചു നല്ല ഭരണമാണ്, അഴിമതിയില്ലാത്ത ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കോടതി വരെ അംഗീകരിച്ചു. പക്ഷെ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. BJPക്കോ UDFനോ അംഗീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെ BJPയുടെ കാര്യം പറയണ്ട, അവർക്ക് കേരളത്തിൽ സീറ്റൊന്നും കിട്ടത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്കൊന്നും പറയാനൊന്നുമില്ല. നമുക്കറിയാം, തിരുവനന്തപുരത്തെ മേജർ BJP അധികാരത്തിൽ കയറി. അവിടെ നടക്കുന്ന സംഗതികൾ എന്താണെന്നൊക്കെ ഇപ്പോൾ ജനങ്ങൾ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭരണം കൂടെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. പിന്നെ അവർ പറഞ്ഞോട്ടെ, നമുക്കൊന്നും പറയാനൊക്കത്തില്ല, ആർക്കും എന്തും പറയാമല്ലോ. അതുകൊണ്ട് നാളത്തെ റിസൾട്ട് വരുമ്പോൾ 12 മണി കഴിയുമ്പോൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വരുമെന്ന് 100% ഞാൻ ഉറപ്പിക്കുകയാണ്. നമുക്ക് നാളെ കാണാം. ബൈ.